ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ സുബഹി നമസ്കാരം ഖുർആനത്തൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴേക്ക് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ജനലും ഡോറൊക്കെ ഒന്ന് തുറന്നിടലാണ്. എന്നിട്ട് പിന്നെ പാത്രമൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഈ കൊട്ടക്കകത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കും. ഇന്നത്ര പാത്രമൊന്നുമില്ല, പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആവശ്യമുള്ളതുകൊണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയും പിന്നെ കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. അങ്ങനെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരച്ചെടുക്കുന്നുണ്ട്. അരിക്കകത്ത് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ കിച്ചൺ ക്ലീനാക്കി വെച്ചാൽ നമുക്കിതുപോലെ മോർണിംഗ് കിച്ചണിൽ കയറുമ്പോൾ ഒരു നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അതുപോലെ ജനലും ഡോറൊക്കെ തുറന്ന് വെച്ചാൽ രാവിലത്തെ കാറ്റും കിളികളെ സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ല എനർജിയോട് കൂടി രാവിലെ തന്നെ പണിയെടുക്കുക. അല്ലെങ്കിൽ രാത്രി കഴിച്ച ഫുഡിൻ്റെ പാത്രവും അതുപോലെ കൗണ്ടർ ടോപ്പൊന്നും വൃത്തിയില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയെന്ന് അറിയാം. അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യലില്ല. ചില വീടുകളിൽ അങ്ങനെ പറയുന്ന കേൾക്കാം, ഉമ്മമാരൊക്കെ അങ്ങനെ പറയുന്ന കേൾക്കാം, അവർ രാത്രിയത്തെ പാത്രമൊന്നും കഴുകലില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പം അപൂർവങ്ങളിൽ കേൾക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വിചാരിച്ചാൽ രാത്രി കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ രാവിലത്തെ കാറ്റും കിളികളും അതുപോലെ കാക്കൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ദോശൻ്റെ അരി എടുക്കുന്ന ടൈം തന്നെ പിന്നെ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് കടല വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് ദോശ ചുട്ട് എടുക്കുന്നുണ്ട്. 2 പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ദോശ ഒഴിച്ച് കൊടുക്കും, രണ്ടാമത്തേലും ഞാൻ ആ ദോശ എടുത്തിട്ട് മറിച്ചിടുക ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഒരു കല്ല് തന്നെ ആകുമ്പോൾ ഞങ്ങൾക്ക് കുറേ ടൈം ദോശക്ക് വേണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഇതേ ടൈം തന്നെ കറിയിലൊന്ന് കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പരിപാടി ടപ്പയും ചൊല്ലി കഴിക്കും. എന്ത് കാര്യമായാലും നമ്മൾ വെള്ളയപ്പം ചൂടുന്നുണ്ടെങ്കിലും ദോശ ഇടുന്നുണ്ടെങ്കിലും നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ 2 തട്ട് വെച്ച് കൊടുക്കും. എന്നാൽ പിന്നെ വേഗം പരിപാടി കഴിയും. രാവിലത്തെ ആ പണി അങ്ങ് ഫുഡിൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നമുക്ക്. അങ്ങനെ രാവിലത്തെ കറി ആയിട്ടുണ്ട്. അതുപോലെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. 2 കല്ലായതുകൊണ്ട് പെട്ടെന്ന് ദോശ ചുട്ട് തീരുകയും ചെയ്യും. ഇതാ ടൈം തന്നെ സ്കൂളിലും ഓഫീസിലൊക്കെ പോകേണ്ട ആൾ മൂത്ത 2 ആൾ എണീച്ചിട്ടുണ്ട്. അവരെ പരിപാടിയെല്ലാം അങ്ങനെ കുളിയും പിന്നെ യൂണിഫോം അയൺ ചെയ്യലും അതൊക്കെ അവരപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കണ്ട. ചെറിയ ആളെ കൊണ്ടുപോയി ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അവൾ എണീച്ച മുതൽ സ്കൂളിലേക്ക് പോകുന്നവരെ അവളെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. 1 മിനിറ്റ് എന്നെ വിട്ടിട്ട് എവിടെയും സ്കൂളിൽ പോകുന്നവരെ പോവില്ല. എൻ്റെ കൂടെ ഞാൻ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ ഇനിയിപ്പോൾ മുറ്റത്ത് ഇറങ്ങുന്നുണ്ടോ മുറ്റത്തോട്ട് അങ്ങനെ അവൾ എൻ്റെ കൂടെ തന്നെ വരും. അതുകൊണ്ട് അവൾ എണീക്കുന്നതിന് മുമ്പ് പരമാവധി നല്ല പണിയും തീർക്കും. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ആൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലെല്ലാം ഒന്ന് കൈയ്യെടുക്കണം. അവൾ വന്നാലെല്ലാം കൈ വെക്കും, പക്ഷേ എന്നാലും രാവിലെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി കൈയ്യെടുക്കും. ഈ പണിയെടുക്കുന്ന ഇടയിൽ തന്നെ കറി ഉണ്ടാക്കിയും ദോശൻ്റെ അരി അരച്ചൊക്കെ പാത്രം ഞാൻ കൈയ്യെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാം കൈ വെക്കുന്നതുകൊണ്ട് പിന്നെ ഇവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ ടൈം നമ്മൾക്ക് കിച്ചണിൽ ഇന്നത്തെ ഒരു പണിയെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകലില്ല. അങ്ങനെ അവൾക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് അവൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അവൾ കയറി ആകുമ്പോഴൊക്കെ പോകണം കേട്ടോ. അതുകൊണ്ട് അവൾ രാവിലെ എണീച്ചാൽ അവൾക്കൊരു തിരക്കിന് എത്ര രാവിലെ എണീച്ചാൽ സ്കൂളിൽ പോകാനാകുമ്പോൾ എന്തായാലും ഒരു തിരക്ക് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും രാത്രി ചെയ്ത് വെച്ചാൽ രാവിലെ എന്തൊക്കെയോ ആയിട്ട് അവർക്ക് തിരക്കുണ്ടാവും. അങ്ങനെ അവൾ പോയി കഴിഞ്ഞാലും 3ാമത്തെ ആളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. നല്ല ഉറക്കമാണ്, വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല. അങ്ങനെ ഫാൻ ഓഫ് ആക്കിയതിന് ശേഷം അവർ നല്ല എണീച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അവളെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റെല്ലാം എടുത്ത് വെക്കലാണ്.
അവൾക്ക് 9 മണിക്കാണ് കേട്ടോ സ്കൂൾ ബസ് വരാം. അതുകൊണ്ട് കുറച്ച് ടൈമുണ്ട്. ഇപ്പോൾ അവൾ മദ്രസയിൽ പോകുന്നില്ല, അതുകൊണ്ട് അവൾക്ക് കുറച്ച് ടൈമുണ്ട്. ഭയങ്കര പാടാണ് ഇവളൊന്ന് ഒരുങ്ങി കിട്ടാൻ. അവൾ സ്വന്തമൊക്കെ ഒരു മുടുക്ക് ഒരു ക്ലിപ്പ് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞാൽ പോലെ അവൾ ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. അവളന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഉമ്മാൻ്റെ വാവയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുക. അപ്പോൾ അങ്ങനെ അവൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവളും പോക്കാന്ന്. ഇതിൻ്റെ ഇടയിൽ മൂത്താൾ ഓഫീസിലും പോയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. ലഞ്ചിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈയും വെള്ളരിക്കനെ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ വൈനങ്ങ പൊരിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീൻസും വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഫുഡൊക്കെ ഉച്ചക്കത്തായാലും വൈകുന്നേരത്തായാലും ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യം ഒന്ന് സെറ്റാക്കി വെക്കും. ഇങ്ങനെ ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ആയാലും പിന്നെ ചിക്കനും മുളക് ഇറക്കി വെക്കൽ, വറവ്, ഇങ്ങനെ ഉപ്പേരിക്കുള്ള സാധനങ്ങൾ. ഉപ്പേരിക്ക് ഞങ്ങൾ വറവ് എന്നും പറയും കേട്ടോ. അതിനുള്ളതെല്ലാം മുറിച്ചിട്ട് വെക്കുക. എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷമാണ് ലാസ്റ്റ് എല്ലാം ഓക്കെ ആയതിന് ശേഷമാണ് ഞങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ കാര്യമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഗ്യാസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാം ഫസ്റ്റ് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ നിന്നൊക്കെ എല്ലാ പണിയും പെട്ടെന്ന് തീരും. ഞങ്ങളിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കി, അതിന് ശേഷം ഒരു പച്ചടി ഉണ്ടാക്കി, അതിന് ശേഷം പോയി ചിക്കൻ കറി അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കാൻ നിന്ന് അപ്പോൾ കുറേ ടൈം കിച്ചണിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്താൽ പെട്ടെന്നെല്ലാം പൊരിക്കാനുള്ളതെല്ലാം മുറിച്ച് വെക്കുക, പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് മുളക് വരട്ടി വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പണി പെട്ടെന്ന് തീരും. അങ്ങനെ ഞാൻ വെള്ളരിക്ക ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അടന്ന് വേവുന്ന സമയം തന്നെ അതിനുള്ള അരവ്, പച്ചടിക്കുള്ള അരവ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പച്ചടിക്കുള്ള അരവ് എന്ന് പറഞ്ഞാൽ പിന്നെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കടുക്, കുറച്ച് അരിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അത് അപ്പം തന്നെ കുറച്ച് തേരും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അരവ് റെഡിയായി. അങ്ങനെ ഇതേ ടൈം തന്നെ വെള്ളരി വേവുന്ന ടൈം തന്നെ ഇപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പേരിക്കുള്ള പച്ചക്കറി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി അടച്ച് വെച്ചാൽ മതി. എന്നിട്ടൊന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ വേണേൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ അതിൽ തേങ്ങ ചേർത്തിട്ട് തേങ്ങയും കൂടി ഒന്ന് വെന്തിട്ടാകുമ്പോൾ ഇറക്കി വെച്ചാൽ ഉപ്പേരി റെഡിയായി. പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകമൊക്കെ ഒന്ന് ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടും ഉപ്പേരിക്കകത്ത് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ വെറും തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേ ടൈം തന്നെ വെള്ളരി വെന്തേരം ഈ അരച്ച അരവ് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താളിച്ച് വെച്ചാൽ പച്ചടി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് അതുപോലെ ദോശക്കൊക്കെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഇതാ ടൈം തന്നെ ഞാൻ ആകെ 2 പാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. 3 പാത്രം എടുക്കുന്നുള്ളൂ. ഇതാ ടൈം തന്നെ ആ പാത്രം, അതായത് ആ ഉപ്പേരി ഉണ്ടാക്കിയ പാത്രം കഴുകിയിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വൈനകം, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വിനാഗറും ചേർത്ത് വെക്കണം കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. ഇതൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ എൻ്റെ മക്കൾ ഒരിക്കലും പച്ചക്കറി കഴിക്കൂല. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ ക്യാരറ്റിൻ്റെ അകത്ത് ബീൻസ് ഇട്ടിട്ട് വറവുണ്ടാക്കില്ല. അങ്ങനെ ഒരു കളർഫുള്ളായിട്ട് ഉണ്ടാക്കുമ്പോൾ അവരത് കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്കൊരു സന്തോഷമായി, അവർക്കൊരു സന്തോഷം. അല്ലാണ്ട് വെറും ഒരു സാധനം തന്നെ വെച്ചിട്ട് വറവുണ്ടാക്കുമ്പോൾ വറവാ ഞങ്ങൾക്ക് വേണ്ടാന്ന് അറിയും. അങ്ങനെ വൈനങ്ങ കുറച്ച് ആയതിന് ശേഷം അപ്പുറം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈനങ്ങ റെഡിയായി. ചിക്കൻ ഫ്രൈ ഒരു പാനിൽ കൊണ്ടിട്ടില്ല. അതുകൊണ്ട് വൈനങ്ങ ഉണ്ടാക്കിയ പിന്നെ പാത്രം തന്നെ കഴുകിയിട്ട് അപ്പുറം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ചോറ് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചോറിന് വൈനങ്ങ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ
ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ വറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു കളർഫുള്ളല്ലേ, അപ്പോൾ മക്കൾ എന്തായാലും കഴിക്കും. പച്ചക്കറി കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെ രണ്ട് കളറൊക്കെ ഇട്ടിട്ട് ക്യാരറ്റിൻ്റെ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇട്ട് വറുത്ത് കൊടുത്ത് അവരെന്തായാലും കഴിക്കും. അതുപോലെ പച്ചടി വെച്ചിട്ടുണ്ട്. പച്ചടി ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ പച്ചടിക്കകത്ത് യോഗർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോഗർട്ടും അവർ അന്നത്തെ ദിവസത്തെ അവരുടെ ഫുഡിലേക്കായി. പിന്നെ ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയത് മീറ്റായിട്ട് എന്തെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്തണ്ടേ, അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് എനിക്ക് മീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നലാണ്. നേരത്തെ ചോറ് തിന്നു കേട്ടോ, ഒരു 12:30 ആ ടൈം ആകുമ്പോഴൊക്കെ ചോറ് തിന്നണ്. പെട്ടെന്ന് പണികളെല്ലാം തീർക്കാനൊരു കാരണമുണ്ട്. ഇത് ഞങ്ങൾ അറബി മാസത്തിലെ റജബ് മാസമാണ്. റജബ് മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ റംസാനെക്കാട്ടും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു മാസമാണ്. പടച്ചോനോട് അടുത്ത് നിൽക്കുന്ന പടച്ചോനക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. എല്ലാ മാസവും ഇഷ്ടമാണ്, പക്ഷേ റജബിനൊരു പ്രത്യേകതയുണ്ട്. മുഹമ്മദ് നബി പോലും അള്ളാഹിനോട് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു മാസമാണ്. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് പണി തീർക്കുക. പിന്നെ നിസ്കാരം 5 വക്ത് എല്ലാവരും നമസ്കരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ സുന്നത്തും നിസ്കാരവും ഖുർആനോത്തും പിന്നെ പരമാവധി ദിക്റൊക്കെ ചൊല്ലി ഈ മാസം ഒന്ന് ധന്യമാക്കാൻ അറിയുന്നില്ല, അതുപോലെ അങ്ങ് ആക്കുക. പടച്ചവനോട് പ്രാർത്ഥനയിലൊപ്പം റജബിലും ഷഹബാനിലും ബർക്കത്ത് നൽകിയിട്ട് റംസാനിൽ ഞങ്ങളെ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ വൈകുന്നേരത്തെ ചായക്കടിയുമായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ടേക്ക് കെയർ, ബൈ ബൈ.